ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളെ കുറിച്ചോ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്നോ ഒന്നും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. ആദ്യം വേണ്ടത് LDF ചർച്ച ചെയ്ത് മുന്നണിയിലെ ഓരോ കക്ഷിക്കുമുള്ള സീറ്റ് തീരുമാനിക്കണം. അല്ല, അത് നാട്ടിലെ ജനങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് എന്നതല്ലേ. ഏത് സ്ഥാനാർത്ഥിയാണ് നല്ലത്, ഏതാളാണ് ജയിക്കേണ്ടത്, അത് ജനങ്ങളാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണല്ലോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വളരെ ദുഃഖത്തോടുകൂടിയുള്ള ഒരു പ്രതികരണം നടത്തിയത്, ഒരു കത്ത് KPCC പ്രസിഡന്റിന് അയച്ചത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വാക്കും കേട്ട് കോൺഗ്രസ് എടുക്കുന്ന വീട്ടിൽ താമസിക്കാമെന്ന് കരുതി ഉറച്ച കോൺഗ്രസ്സുകാരനായതുകൊണ്ട് സർക്കാരിന് എഴുതി കൊടുത്തു, ടൗൺഷിപ്പിൽ വീട് വേണ്ട. ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറയുന്നയാൾക്ക് സർക്കാർ ഒരു പൈസ കൊടുക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ കാട്ടുമൃഗങ്ങളുടെ നടുവിലേക്കാണോ അയക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥലം എവിടെ, വീട് എവിടെ, പിരിച്ച പണം എവിടെ? പുനർജനി വീടിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടു പരവൂറിൽ. അവിടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യം പ്രതിപക്ഷ നേതാവിനോട്, കല്ലിൽ ഇപ്പോൾ ശുനകൻ പോലും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നില്ല. കാരണം എന്താ? കല്ല് മണ്ണ് മൂടി, അതുപോലെ അതിൻ്റെ മുകളിൽ കുറേ പുല്ലും പിടിച്ചു നിൽക്കുകയാണ്. കല്ല് മാത്രമാണെങ്കിൽ ശുനകന്മാർ പോകുമായിരുന്നു. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെടുക്കുന്ന പണം പിരിക്കുക, കക്കുക, മുക്കുക, ഇതാണ് അവരുടെ മിനിമം പരിപാടി. CK ഗോവിന്ദൻ നായർക്ക് സ്മാരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പണം പിരിച്ചു, എവിടെയും കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് K കരുണാകരന് സ്മാരകം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു, കാണാനില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പണം പിരിച്ച് ജയിലിലെത്തി. അതാണ് ആ നേതാവിൻ്റെ ഒരു പ്രത്യേകത. ഇനി അദ്ദേഹത്തിന് മറുപടി പറയണ്ട. 30 വീടെന്ന് പറഞ്ഞതാണ്. പിന്നെ ആവേശം മൂത്തപ്പോൾ ഞങ്ങൾ 100 എന്ന് പറഞ്ഞു. 30 ഇല്ല, 100 ഇല്ല, സ്ഥലവും ഇല്ല. കോൺഗ്രസിൻ്റെ നേതാവ് VD സതീശൻ പറഞ്ഞത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. ആഗസ്റ്റ് 2-നാണ് 2024 24 അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, KPCCയുടെ 100 വീട്, കർണാടക സർക്കാരിൻ്റെ 100 വീട്. അതാണ് മനസ്സിലാവാത്തത്. കർണാടക സർക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വരുമെന്നുള്ള അപാരമായ കണ്ടെത്തലാണ്. അങ്ങനെ 300 യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ പുറത്തുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഈ 300 വീട് 30 സെക്കൻഡ് കൊണ്ട് പണിയുമെന്ന് പറയാനുള്ള മാന്ത്രിക വിദ്യ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, അടിയന്തരമായി കർണാടകയിലെ എഹലങ്കിയിൽ പോകണം. അവിടെ ഒരു 30 ദിവസം കൊണ്ട് 300 വീട് നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ട് നിർമ്മിച്ചാൽ അവിടുത്തെ പാവങ്ങളുടെ ഒരു സംരക്ഷണമാവും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും എഹലങ്കയൊന്ന് വിസിറ്റ് ചെയ്യണം, എന്നിട്ട് ആ വിദ്യ ഒന്ന് പ്രയോഗിക്കണം. അവിടെ 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മാണം.